നിയമസഭയിൽ UDF MLA-മാരെ കടന്നാക്രമിക്കുകയാണ് വാച്ച് ആൻഡ് വാർഡ് ചെയ്തത്. ഇതിനെ ന്യായീകരിക്കുന്ന നടപടി മുഖ്യമന്ത്രിയിൽ നിന്നും സ്പീക്കർ AN ഷംസീറിൽ നിന്നുണ്ടായതെന്ന് കാണാൻ സാധിക്കും. സ്വർണം കട്ടിട്ട് പിന്നീട് സഭയ്ക്കുള്ളിൽ ഞെളിഞ്ഞിരിക്കാമെന്ന ചിന്ത വേണ്ട എന്ന് പ്രതിപക്ഷം LDF-നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത്. പിന്നാലെ സ്പീക്കർ AN ഷംസീറിന് മുന്നിൽ വലിയ ബാനർ ഉയർത്തി UDF MLA-മാർ സഭാ നടപടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പിന്നാലെയാണ് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച UDF MLA-മാരെ വാച്ച് ആൻഡ് വാർഡ് മർദ്ദിച്ചത്. അൻവർ സാദത്ത് MLA-യെ തടയുകയും വലിച്ച് താഴെയിടുകയും ചെയ്തു. ഈ സമയം അത്രയും കാഴ്ചകൾ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നാലെ സ്പീക്കർ ഷംസീർ ചെയറിലേക്ക് മടങ്ങിയെത്തി കടുത്ത ഭാഷയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചു. സ്പീക്കറുടെ കാഴ്ച മറച്ചുവെന്നും അന്ധനാക്കിയെന്നുമൊക്കെ സ്പീക്കർ വച്ചലക്കുന്നുണ്ടായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എണീറ്റു. സഭയിൽ പ്രതിഷേധ ബാനർ ഉയർത്തുന്നത് ഇത് ആദ്യത്തെ ചരിത്രമല്ലെന്നും ഇതിനു മുമ്പ് ഏതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ ഉണ്ടായിരുന്നുവോ അവരെല്ലാം തന്നെ ബാനറുകൾ ഉയർത്തുകയും പ്രതിഷേധം അഴിച്ചുവിടുകയും ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കാൻ എണീറ്റുവെങ്കിലും പ്രതിപക്ഷം കേൾക്കാൻ കൂട്ടാക്കാതെ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ വാക്കൗട്ട് തടയാൻ സ്പീക്കർ AN ഷംസീർ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നാലെ സംസാരിക്കാൻ എണീറ്റ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ UDF-നെതിരെ സംസാരിച്ചു. UDF MLA-മാരെ മർദ്ദിച്ച വാച്ച് ആൻഡ് വാർഡിന്റെ നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന കാഴ്ചയ്ക്കും സഭ സാക്ഷ്യം വഹിച്ചു. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട്, അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് തരില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. അനീതിയാണ്, ഒരു നീതിബോധം. ഭരണപക്ഷത്തെ ആളുകൾ ഇരുന്നപ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ അവർ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട LOP-യോട് എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങയുടെ ടീമിന് ഓർഡർ ആക്കണം പ്ലീസ്. ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മന്ത്രിമാർക്ക് അങ്ങ് മൈക്ക് കൊടുത്തു. രണ്ട് നീതി പാടില്ല എന്ന് ഞാൻ അങ്ങനെ ഓർപ്പിച്ചാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാർ, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നു. ഇതിന് വലിയ ഡിലേ വന്നിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ലാക്സിറ്റി ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. Sir, കോടതി അതിശക്തമായി അന്വേഷണത്തിൽ SIT ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത്. സർ, ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കും. അവസാനം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള, അത് കൊള്ള നടത്തിയ ആളുകൾ മുഴുവൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ശക്തമായ പ്രതികരണം. സാർ, തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു ഡയസി കയറിയെന്ന് പറഞ്ഞു. സാർ, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വാച്ച് ആൻഡ് വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പറിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കയറിയത്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. സാർ, ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. അതിൽ ഗവൺമെന്റിന് പങ്കുണ്ട്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും. ജനാധിപത്യ അവകാശം LOP-ക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല, സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്ത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല, പ്യൂർലി അൺഫെയർ ആണ്. ഇവിടെ ബാനർ നിയമസഭയിൽ പ്രതിപക്ഷം പിടിക്കുന്നത് ആദ്യമല്ല. എല്ലാ പ്രതിപക്ഷവും ബാനർ പിടിച്ചിട്ടുണ്ട്. സാധാരണ സഭയിൽ അങ്ങനത്തെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങ് പ്രീസിഡൻസ് നോക്കണം.
ഇതിനു മുൻപ് ഇവിടെ ഈ ചെയറിലിരുന്ന എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ സംസാരിക്കും. അങ്ങ് ഇതുവരെ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങ് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭാ നടപടികൾ എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറുടെ ചേംബറിൽ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ആ പ്രീസിഡൻസ് എവിടെ പോയി? അതിൽ മാത്രം സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കും നിങ്ങൾ. പ്ലീസ് ലെറ്റ് യു ഹിയർ വാട്ട് സിഎം ഈസ്. ഉത്തരം കേൾക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം മതിയോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന കാര്യം അറിയട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട നിയമമന്ത്രി നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെപ്പറ്റി, ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. സർ, ഈ